ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് ദ C2V പോയിന്റ് ഗ്രൂപ്പീസ് ഓപ്ഷൻസ് 3, 4, 1, 2. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയ ട്രിക്ക്, ഒരു ടേബിൾ ഞാൻ പറഞ്ഞുതരാം. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ജനറലി നമുക്ക് CNV എന്ന് കൊടുക്കാം അല്ലേ, CNV, പിന്നെ ക്ലാസ്, ക്ലാസ് ഉണ്ട്. ആദ്യം ഓർഡർ ഇടാം കേട്ടോ. ഓർഡർ, ദെൻ ക്ലാസ്. ഈ CNV എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? C2V, C3V, ദെൻ C4V, C5V, C6V. ഇതൊക്കെ നമ്മുടെ ഒരു ടീമിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഓർഡറും ക്ലാസ്സും ഒക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ C2V എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡറും ക്ലാസ്സും രണ്ടും 4 തന്നെയാണ്, ഈസി ആയിട്ട് പഠിക്കാം. C3V ആകുമ്പോൾ 6 വരും, ഓർഡർ മാത്രം എഴുതുമ്പോൾ 4, 6, 8, 10, 12. കാണാതെ പഠിക്കാൻ എളുപ്പമായില്ലേ? ഈവൻ നമ്പേഴ്സാണ്, 4 എന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പോൾ 4, 6, 8, 10, 12. ക്ലാസ് ആണെങ്കിലോ 4, 3, 5, ദെൻ വീണ്ടും 4 വരും, 6 വരും. ഇത് പഠിക്കാനൊരു കുഞ്ഞു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് 4ന്ന് -1 ചെയ്താൽ 3 കിട്ടും, +2 ചെയ്താൽ 5 കിട്ടും, -1 ചെയ്താൽ 4 കിട്ടും, +2 ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഈ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ, -2 +1. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ഈ ടേബിൾ കിട്ടും. അപ്പോൾ C2Vയുടെ ചോദിച്ചാലും C5Vയുടെ ചോദിച്ചാലും ഏത് ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ക്ലിയർ ആയോ? ഇതേപോലെ നമുക്കിപ്പോൾ ഏതാണെങ്കിലും CNH വരുന്നതാണെങ്കിലും DNSN, DND എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ മതി എന്നോട്. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിനി ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അപ്പോൾ C2Vയുടെ ഓർഡർ ഏതാണ്? 4 ആണ്. ഓക്കെ, ക്ലാസ്സും 4 തന്നെയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among CO, NO, HCl and CO2 that which will not yield a microwave spectrum is ഓപ്ഷൻ CO, NO, HCl, CO2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, CO2 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് CO2 വരുന്നത്? നമുക്ക് പ്രത്യേകത എന്താ? മൈക്രോവേവ് സ്പെക്ട്രം തരാത്തത് ഏത്? നോട്ട് ഈൽഡ് മൈക്രോവേവ് സ്പെക്ട്രം, അങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ അത് മൈക്രോവേവ് ഇനാക്റ്റീവ് ആണ്. ആര്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. CO2 എന്ന് പറയുന്നത് എന്താണ്? മൈക്രോവേവ് ഇനാക്റ്റീവ്. ഓർത്ത് വയ്ക്കുക കേട്ടോ, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻട്രാക്ട് വിത്ത് മൈക്രോവേവ് റേഡിയേഷൻ. മൈക്രോവേവ് റേഡിയേഷനുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൂമെൻറ്റ് ഇല്ല. ഡസ് നോട്ട് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൂമെൻറ്റ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് മൈക്രോവേവ് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത്. അപ്പോൾ എന്താ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മൈക്രോവേവ് സ്പെക്ട്രം നമുക്ക് തരില്ല, ഇനാക്റ്റീവ് ആണ്, ഇത് ലീനിയർ ആണ്, പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഇൻട്രാക്ട് വിത്ത് മൈക്രോവേവ് റേഡിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് നോർമൽ മോഡ്സ് ഓഫ് vibration of C6H6 molecule is options 30, 36, 31, 35. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 30 ആണ്. അതെങ്ങനെയായിരിക്കും വരുന്നത്? ക്വസ്റ്റ്യൻ എന്താ? നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് C6H6. ഈ C6H6 എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ബെൻസീനാണ് അല്ലേ. അപ്പോൾ ബെൻസീന് C6H6 ആണ്. ഈ ബെൻസീൻ്റെ പ്രത്യേകത ഇത് നോൺ ലീനിയർ ആണ്. അപ്പോൾ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞു നോൺ ലീനിയർ ആണെന്ന്. ഈ നോൺ ലീനിയറിനൊക്കെ വൈബ്രേഷണൽ മോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ലീനിയറിനാണെങ്കിൽ 3n-5ഉം നോൺ ലീനിയറിനാണെങ്കിൽ എന്ത് വരും? 3n-6 വരും. ഇവിടെ നമ്മുടെ ഏത് ഇക്വേഷനാണ് എടുക്കുക? നോൺ ലീനിയർ ആണ് ബെൻസീൻ. സോ നമ്മൾ ഇതാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എത്ര എണ്ണം ഉണ്ട്? N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 6 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ Nൻ്റെ വാല്യൂ എന്താണ്? N ഈസ് ഈക്വൽ ടു 12 വരും. 6 + 6 12 അല്ലേ. അപ്പോൾ 3 × 12 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 36
6 അല്ലേ, 36 മൈനസ് 6 വന്നു കഴിഞ്ഞാൽ 30 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് C6H6 മോളിക്യൂൾ എന്ന് പറയുന്നത് ഏതാണ് ആൻസർ? 30. എപ്പോഴും ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചോളൂ. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നോർമൽ ലീനിയറും നോൺ ലീനിയറും ഒക്കെ. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. The number of signals exhibited by the protons of TMS in its NMR spectrum is options 2, 1, 3, 4. അപ്പോൾ TMS എന്താണ്? ടെട്രാമീഥൈൽ സിലൈൻ ആണ് NMR സ്പെക്ട്രത്തിൻ്റെ റെഫറൻസ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഈ TMS. ഈ TMSൻ്റെ പ്രത്യേകത SiCH3 4 times ആണ്. അതായത് ഒരു സിലിക്കണിന് എന്ത് വരും? 4 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ CH3 ഗ്രൂപ്പിൽ ഓരോന്നിലും തന്നെ 3 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? അത് ഈ ഹൈഡ്രജൻ്റെ നമ്പർ നോക്കിയിട്ടാണ് സിഗ്നലൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ 3 ഹൈഡ്രജൻ വെച്ച് ഒരെണ്ണത്തിലുണ്ട്. മൊത്തം 12 ഹൈഡ്രജനും എന്താണ് സെയിം ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റിലാണ് ഈ 12 ഹൈഡ്രജനും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ പ്രോട്ടോൺസ് ആർ ഐഡൻറ്റിക്കൽ. സോ ഒറ്റ സിഗ്നൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്ഷൻ ബി ആണ്, 1 ആണ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് നൈട്രജൻ ആറ്റം ഇൻ NH3 എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. sp3, sp2d, sp3d, sp. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഹൈബ്രിഡൈസേഷൻ ഓഫ് നൈട്രജൻ ആറ്റം ഇൻ NH3. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറേ ട്രിക്കുകളുണ്ട്. ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. NH3 അല്ലേ, NH3യിൽ നൈട്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 5 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 3 ഹൈഡ്രജൻ ഉണ്ട്. 5 + 3/2 ചെയ്ത് കഴിഞ്ഞാൽ 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും അല്ലേ. 4 എന്ന് പറയുമ്പോൾ ഒരു എസും 3 പിയും. സോ ഏതാണ് വരുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ. ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അയണിക് ക്യാരക്ടർ ഓഫ് LiCl, NaCl, KCl, RbCl and CSCl follows the order. അയണിക് ക്യാരക്ടറാണ് ചോദിക്കുന്നത്. ഇതിൽ ഏത് ഓർഡറാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? അയണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെ ഒക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനെ നോക്കിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് കൂടും തോറും അയണിക് ക്യാരക്ടറും കൂടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അയണിക് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇപ്പം ഇവിടുത്തെ കേസിലാണെങ്കിൽ അയണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് താഴേക്ക് പോകും തോറും ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പാണ്. അയണിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. LiCl, NaCl, KCl, RbCl, CSCl അല്ലേ. ഈ ഒരു ആൻസറാണ് വരുന്നത്. ഓർത്ത് വയ്ക്കുക. എന്താണ്? അയണിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഐസോപ്രീൻ യൂണിറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ എ മോണോടെർപ്പിൻ? ടെർപ്പിൻ എന്നാണ് കേട്ടോ. എത്ര ഐസോപ്രീൻ യൂണിറ്റ്സ് പ്രസൻ്റ് ആണ് മോണോടെർപ്പിൻ? അപ്പോൾ ഐസോപ്രീൻ എന്ന് പറയുമ്പോൾ അത് 5 കാർബൺ ആണ്. ഐസോപ്രീനിൽ എത്ര കാർബൺ ഉണ്ട്? ആക്ച്വലി 5 കാർബൺ ഉണ്ട്. മനസ്സിലായോ? മോണോടെർപ്പീൻ എന്ന് പറയുമ്പോൾ മോണോ എന്ന് പറയുമ്പോൾ 1 അല്ലേ. അപ്പോൾ മോണോടെർപ്പീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഐസോപ്രീൻ യൂണിറ്റ്സ് വരും. മോണോടെർപ്പീനിൽ എത്ര ഐസോപ്രീൻ യൂണിറ്റ് വരും? 2 ഐസോപ്രീൻ യൂണിറ്റ് വരും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ടോട്ടൽ 10 കാർബൺ വരും. മനസ്സിലായോ? ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ഐസോപ്രീൻ യൂണിറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ മോണോടെർപ്പീൻ? മോണോടെർപ്പീനിൽ 2 എണ്ണമാണ് വരുന്നത് അല്ലേ. 2 ഐസോപ്രീൻ യൂണിറ്റ്സ് പ്രസൻ്റ് ഉണ്ട്. എത്ര കാർബൺ ഉണ്ടെന്ന് വെച്ചാലോ 10 കാർബൺ പ്രസൻ്റ് ആണ്. ക്ലിയർ ആയോ? ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.